കായിക മന്ത്രി കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ വാക്പോര് അടുത്ത തലത്തിലേക്ക്. കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് സർക്കാർ. നടപടിയെടുത്ത് അറിയിക്കാൻ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 3 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉത്തരവ്. കായിക മന്ത്രി കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ വാക്പോര് അടുത്ത തലത്തിലേക്കാണ്. കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്നാണ് സർക്കാർ പറയുന്നത്. നടപടിയെടുത്ത് അറിയിക്കാൻ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉത്തരവ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. ഈ ഒരു പ്രത്യേകിച്ച് വളരെ സ്പോർട്സ് കൗൺസിലുമായി ഈ ഒരു സ്പോർട്സ് വകുപ്പുമായി പ്രത്യേക ഒരു പ്രധാനമായ ഒരു തർക്കം നേരത്തെ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയൊരു വിഷയമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് കേരള ഹോക്കി പിരിച്ചുവിടണം എന്നുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. കായിക മന്ത്രി ഇപ്പോൾ കേരള ഒളിമ്പിക്സ് അസോസിയേഷനുമായിട്ടുള്ള വാക്പോര് അത് ശക്തമായി തുടരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കേരള ഹോക്കി പിരിച്ചുവിടണമെന്നുള്ള ഒരു ഉത്തരവുണ്ട്. അത് പ്രധാനമായി പറയുന്നത് ഈ സുനിൽകുമാർ അധ്യക്ഷനായ സംഘടന അത് പിരിച്ചുവിടണം. നടപടിയെടുത്ത് അറിയിക്കാൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഉത്തരവിലുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് കേരള ഈ ഹോക്കി ആ ഒരു അസോസിയേഷനെ മാറ്റണം. ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഇവിടെ നിന്നും നാഷണൽ ഗെയിംസിലൊക്കെയും സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയതും അതിന് സംസ്ഥാന സർക്കാരിന് കാര്യമായ രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കാതെ പോയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം ഉടലെടുത്തിരുന്നു. അതിനെ തുടർന്നുള്ള ഒരു വാക്പോരിന്റെ ബാക്കി ഭാഗമായി തന്നെയാണ് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാർ ഇപ്പോൾ നടപടിയെടുക്കാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അസോസിയേഷനെ പിരിച്ചുവിട്ടതിനു ശേഷം പുതിയൊരു സംഘത്തെ അതിൽ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ എടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇനി അതുവരെയും ഒരു പുതിയ ഒരു ഈ വിദഗ്ധരുടെ ഒരു പാനൽ തയ്യാറാക്കി അവരായിരിക്കും ഇനി ഹോക്കി കേരള ഹോക്കി നിയന്ത്രിച്ചു കൊണ്ടുപോവുക. ആ താൽക്കാലികമായ സംഘം തുടരുന്ന സമയത്തിനുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ പുതിയ കേരള ഹോക്കി അസോസിയേഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ഉത്തരവിലുള്ളത്. ശരി വിഷ്ണു. കായിക മന്ത്രി കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ വാക്പോര് അടുത്ത തലത്തിലേക്കാണ്. കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് സർക്കാർ. നടപടിയെടുത്തറിയിക്കാൻ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 3 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്.